അതെ, നമ്മളിന്നൊരു പുഡിംഗ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിംഗാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൈന ഗ്രാസ് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഉരുക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ കുതിർക്കാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട പാല് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വലിയൊരു സോസ് പാനിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സാധാ പാക്കറ്റ് പാൽ തന്നെ 2 പാക്കറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നോക്കിയപ്പോൾ നല്ല കട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ എടുത്തിട്ട് ആ അടപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തുറന്ന് കിടന്നിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മൾ ചൂടാക്കുന്ന സമയത്ത് മിക്സ് ആയിക്കോളും. പിന്നെ അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കൂട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ, ആ ഒരു മിൽക്ക് മെയ്ഡും പഞ്ചസാരയും എല്ലാം. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കപ്പയാണ് കേട്ടോ. കപ്പ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു കട്ടിപ്പൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. കപ്പയ്ക്ക് വേറൊരു കട്ടിപ്പുണ്ടാകും. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പോവും. ആ ഒരു പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുതിർത്ത് ഈ വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാതെയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം നമുക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് പാലൊക്കെ ഒഴിച്ച് കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ആ പുഡിങ്ങിലേക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മളിത് നേരത്തെ ഇങ്ങനെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാലില്ലേ, അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ഓൾറെഡി ഇങ്ങനെ തിളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമ്മൾ ഒരു 3 മിനിറ്റോളം ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു കപ്പയൊക്കെ നന്നായിട്ട് വെന്തോളും. അപ്പോൾ കപ്പയൊക്കെ വെന്ത് റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ അങ്ങനെ അരിക്കുന്നില്ല. കാരണം ഓൾറെഡി ഇത് ഗ്രേറ്റ് ചെയ്ത കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചൈന ഗ്രാസ് ചേർക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള പുഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുക്കി ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ ഒരു ചൈന ഗ്രാസിൻ്റെ ആ ഒരു ക്രിസ്റ്റൽസ് കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇത് കപ്പയും ആ ഒരു ടൈപ്പിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ചൂടാറിന് ശേഷം നമ്മൾ ഇതുപോലെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ 2-3 കുഞ്ഞു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഞാനൊന്നിങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് പിസ്ത കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്യൂനട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ കുറച്ചിങ്ങനെ നെയ്യിൽ മൂപ്പിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലൊക്കെ മതി. തേങ്ങ ചിരവിയിട്ട് അതും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പിസ്ത ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്, ഫ്രീസറിലല്ല. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമ്മളിതാ ആ ഒരു മേലുള്ള കവറൊക്കെ മാറ്റിയിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കപ്പ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്തൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റിനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കുഞ്ഞു പാത്രത്തിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഫോട്ടോ എടുക്കാൻ പോലും എനിക്ക് കിട്ടിയില്ല. മക്കളതെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കപ്പ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു പീസ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.